ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്യാം അഞ്ജലിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ, ശ്യാമേട്ടൻ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്യാമേട്ട, കണ്ടില്ലേ, എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി. ഈശ്വരന്മാർ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര എന്നെ സ്നേഹിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് എന്നെ പിരിക്കില്ലല്ലോ. ശ്യാമേട്ടൻ്റെ പ്രാർത്ഥനയും ശ്യാമേട്ടൻ്റെ സ്നേഹമാണ് എന്നെ ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ചത്. ആക്സിഡൻറ്റ് സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമമായി പോയി ശ്യാമേട്ട. ഇനി നിങ്ങൾ ആരെയും കാണാൻ പറ്റില്ലെന്നോർത്ത് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എന്തായാലും ഇത്രയല്ലേ ശ്യാമേട്ട സംഭവിച്ചുള്ളൂ. ശ്യാമേട്ട വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്യാമിനെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുവാട്ടോ നമ്മുടെ അഞ്ജലി. അത് കാണുമ്പോഴേക്കും ശ്യാമിന് ദേഷ്യം വരണം. ഹോ, ഈ പ്ലാനും പൊളിഞ്ഞല്ലോ എന്ന രീതിയിൽ ശ്യാം അഞ്ജലിനെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാട്ടോ ശ്യാമിനെ. അതൊന്നും അറിയാതെ അഞ്ജലി ശ്യാമോട് പറഞ്ഞിട്ട്, ഒന്നും പേടിക്കേണ്ട ശ്യാമേട്ട, ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി സ്വയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലിനെ വിളിക്കാൻ വേണ്ടി രാമേട്ടൻ വരുന്നുണ്ട്. അഞ്ജലിക്കുഞ്ഞ് ദേ മുത്തശ്ശി വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ്. ശ്യാമേട്ട ഞാനിപ്പോൾ വരാം, ശ്യാമേട്ടൻ വിഷമിക്കുമെന്ന് വേണ്ടിയിട്ട് ഒന്നും ആലോചിച്ചിട്ട് ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ്റെ കൂടെ നമ്മുടെ അഞ്ജലി പോകുക കേട്ടോ. അതിനുശേഷം ശ്യാം അവിടെ വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിക്കാത്ത പോലെ കൂളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടുകൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. അതെ, ശ്യാം മോഹനൻ എൻ്റെ അടുത്തുനിന്ന് വന്നേ എന്ന് പറയാണ്. ആ അളിയനോ? അതെ, ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. എന്താ അളിയ? വാ, പേഴ്സണലാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുകയാണ് നൈസായിട്ട് കേട്ടോ. അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് റൂം കുറ്റിയോടാണ് നമ്മുടെ അശ്വിൻ. അതിനുശേഷം ശ്യാം ചോദിക്കേണ്ടത്, എന്താ അളിയ, എന്താ കാര്യം, എന്താന്ന് തനിക്കറിയില്ല എല്ലേടോ എന്ന് ചോദിക്കുകയാണ്. എന്താ അളിയ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? തൻ്റെ തനി നിറം എനിക്ക് മനസ്സിലായടോ എന്ന് പറയുമ്പോഴേക്കും ശ്യാമിൻ്റെ മുഖമൊക്കെ ആകെ മാറും കേട്ടോ. ഈശ്വര, എല്ലാം അറിഞ്ഞോ എന്തോ എന്നൊക്കെ രീതിയിൽ ശ്യാം ഇങ്ങനെ നിൽക്കുവാണ്. അശ്വിൻ പറയുന്നുണ്ട്, താൻ എൻ്റെ ചേച്ചീനെ ചതിക്കുമായിരുന്നല്ലേ അല്ലേടോ? ഞാനോ? അതേടോ, തൻ്റെ സ്വഭാവം എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു, കാതുകൊണ്ട് ശരിക്കും കേട്ടു. താനും ശ്രുതിയും തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞടോ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്യാമിന് എന്ത് പറയണമെന്നറിയില്ല. അളിയ അത് എന്നൊക്കെ ശ്യാം പറയുമ്പോഴേക്കും, അതെ എനിക്ക് മനസ്സിലായി, താനും ശ്രുതിയും പ്രണയത്തിലാണല്ലേ എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും ശ്യാം ഇങ്ങനെ മനസ്സിൽ വയ്ക്കുകയാണ്. ആ ആ ആ അപ്പോൾ അളിയൻ്റെ വിചാരം അങ്ങനെയാണല്ലേ, ശരി അങ്ങനെ തന്നെ വിചാരിക്കട്ടെ എന്ന് ശ്യാം ഓർക്കുകയാണ്. ആ അതെ അളിയ, ഞാനും ശ്രുതി കുറച്ച് നാളുകൾക്ക് മുമ്പേ പ്രണയത്തിലാണ്. എൻ്റെ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ താനെൻ്റെ പെങ്ങളെ ചതിക്കുകയാണല്ലേ? അതെങ്ങനെ ഒരു ചതിയാവോ അളിയ? ഞാൻ ശ്രുതിനെ സ്നേഹിക്കുന്നത് ഒരു തെറ്റാണോ? പ്രണയം തോന്നുന്നത് ഒരു തെറ്റാണോ? എൻ്റെ ശ്രുതിനെ പ്രണയത്തിനിടക്ക് ഒരു കരടായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് അളിയൻ്റെ പെങ്ങൾ അഞ്ജലിയ. നാണോ ഇല്ലടോ തനിക്കിങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശ്യാമിൻ്റെ കഴുത്തിനെ കയറി പിടിക്കുക കേട്ടോ. എൻ്റെ ചേച്ചി തന്നെ എത്രമാത്രം അവിടെ സ്നേഹിക്കണത്. തനിക്ക് വേണ്ടി നേർച്ചയും വഴിപാടും അമ്പലമൊക്കെ ആയിട്ട് പാവം ഏത് ദിവസവും അവിടെ തന്നെയാണ്. എന്നിട്ട് തനിക്ക് നാണോ ഇല്ലടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നോക്കിക്കോടോ, തന്നെ ശ്രുതി ഞാൻ വെറുതെ വിടുമെന്ന് താൻ വിചാരിക്കേണ്ട. തൻ്റെ ശ്രുതിയുടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എല്ലായിടത്തും വിളിച്ചു പോടോ. തൻ്റെ തനി നിറം എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ തുറന്ന് കാണിക്കോടോ എന്ന് പറയാണ്. അത് കേൾക്കണ ശ്യാം പൊട്ടിച്ചിരിക്കുക കേട്ടോ. എന്തിനാണ് താൻ ചിരിക്കണം ചെയ്യുമ്പോൾ, എൻ്റെ അളിയൻ ഇത്ര മണ്ടനാണോ? അളിയൻ്റെ പെങ്ങളുടെ സ്വഭാവം അളിയൻ അറിയില്ലേ? അളിയൻ എന്നല്ല, ലോകത്തെ ആര് വന്ന് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. എന്തിന്? ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നിട്ട് ശ്യാം ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും വിശ്വസിക്കില്ല. അവൾ വെറുക്കേ ഉള്ളൂ. അളിയൻ പോയി പറ, അല്ലെങ്കിൽ നമുക്കൊരു പെറ്റ് വെക്കാം, ഒരു 500 പെറ്റ്. അളിയൻ പറഞ്ഞത് അളിയനെ പെങ്ങൾ വിശ്വസിക്കുമെന്നുണ്ടെങ്കിൽ ശരി, 500 ഞാൻ അളിയന് തരാം. അഥവാ വിശ്വസിക്കില്ലെങ്കിൽ 500 അളിയൻ എനിക്ക് തരണം. ഓ സോറി അളിയ, 500 കുറഞ്ഞു പോയല്ലേ? ബിസിനസ് മാൻ്റെ അശ്വിൻ സാറാമിന് 500 രൂപ ചെറിയ എമൗണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യാം, 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയ്ക്ക് ബെറ്റ് വെക്കാം എന്ന് പറയാണ്. അളിയാൻ പോയി പറഞ്ഞു നോക്ക്, പോടോ പോയി പറയടോ. താൻ പറഞ്ഞ ഒന്നും അഞ്ജലി മോള് വിശ്വസിക്കാൻ പോകുന്നില്ല. അവളെ എന്നെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു സ്വപ്നജീവിയാടോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. എടോ താനെൻ്റെ പെങ്ങളെ, അതേടോ നിൻ്റെ പെങ്ങളെ മാത്രമാണ് എൻ്റെ ശ്രുതിയുടെ പ്രണയത്തിൽ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കണത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ രാമേട്ടൻ അവിടെ കഥകിരി ഇങ്ങനെ മുട്ടുവാട്ടോ. അശ്വിൻ കുഞ്ഞെ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് മുട്ടുവാണ്. സമയത്ത് അശ്വിൻ വാതിൽ തുറക്കുന്നുണ്ട്. രാമേട്ടൻ പറയുന്നുണ്ട്, അതെ അശ്വിൻ മോനെ അതുപോലെ തന്നെ ശ്യാമോനെ വിളിക്കുന്നുണ്ട് മുത്തശ്ശി, പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്ന് പറയാണ്. ആ ഞങ്ങൾ വന്നോളാം എന്ന് നമ്മുടെ അശ്വിൻ പറയാം കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അമ്മേനെയും അമ്മായിനെയാണ്. പക്ഷേ ഈ ശ്രുതി ഇത് എവിടെ പോയി? കുറേ നേരം അവിടെ കാണണില്ലല്ലോ എന്നൊക്കെ പറയാണ്. ശ്രുതി നേരെ പോണത് നമ്മുടെ എനിക്കേടെ അടുത്തും അതുപോലെ മോഹനങ്ങളും എനിക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ പോയിട്ട്, അതെ നിങ്ങൾ അശ്വിൻ സാറിനെ കണ്ടായിരുന്നോ? അശ്വിൻ സാറാമിനെയാണോ എന്ന് എനിക്ക് ചോദിക്കുമ്പോൾ, അതെ അശ്വിൻ സാറിന് അശ്വിൻ പാടി നടക്കുമല്ലേ, പറന്ന് നടക്കുമല്ലേ, ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇപ്പം കണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇപ്പോഴോ? ഇപ്പം കണ്ടില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ശ്രുതി, എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുവാണോ? ഓ ശ്രുതി പോകുവാണോ? ശ്രുതി എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം എനിക്ക് നേരെ പോണത് നമ്മുടെ പ്രീതിയുടെ അടുത്തേക്കാണ്. ഹായ് മണവാട്ടി പെണ്ണെ, പ്രീതി എന്ന് പറയാണ്. ആ
ഇതാര് എനിക്ക് ബ്രോയോ? പ്രീതി സിസ്റ്ററിന് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? അതെ, നിങ്ങളുടെ വാലന്റൈൻസ് ഡേ അല്ലേ ഇന്ന്? വാലന്റൈൻസ് ഡേയോ? അത് കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും അത് കഴിഞ്ഞു, പക്ഷേ ഇന്നാണ് നിങ്ങളുടെ വാലന്റൈൻസ് ഡേ. അതായത് പ്രീതി സിസ്റ്ററും ആകാശ് പ്രഭു ഒന്നാവുന്ന ദിവസം, അതിനെ വാലന്റൈൻസ് ഡേ എന്നല്ലേ പറയണത്. നിങ്ങളുടെ വാലന്റൈൻസ് ഡേ ഇന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ദേ ഇന്നാന്ന് വേണ്ടി കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് എനിക്ക് ബ്രോ എന്ന് നമ്മുടെ പ്രീതി പറയുമ്പോഴേക്കും തുറന്നു നോക്ക് എന്ന് എനിക്ക് പറയാണ്. പ്രീതി തുറന്നു നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകുക കേട്ടോ. പ്രീതിയുടെ കണ്ണൊക്കെ നിറയുകയാണ്. അത് ആകാശിൻ്റെ പ്രീതിയുടെ ഒരുമിച്ചുള്ളൊരു ഫോട്ടോയാണ്. എന്താ പ്രീതി സിസ്റ്ററിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഗിഫ്റ്റ്? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഗിഫ്റ്റ് എന്ന് പറയാണ്. എനിക്കറിയാം പ്രീതി സിസ്റ്ററിന് ഈ ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എനിക്കവിടെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. പ്രീതി സിസ്റ്റർ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ എടുക്കണം. അത് ആകാശമായിരിക്കും. താൻ എവിടെയാ? ഞാൻ പ്രീതി സിസ്റ്ററിൻ്റെ അടുത്തുണ്ട്. ആണോ? താനെ പ്രീതിയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുക. എന്നിട്ട് അവൾ ആകെ തളർന്നിരിക്കും. അവൾക്കൊരു ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുത്ത്, നോട്ടി ബോയ്, പ്രീതിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ കണ്ടിന്യൂ പ്രീതി സിസ്റ്റർ. ദേ ആകാശ് ബ്രോ സംസാരിച്ചോ, ഞാനൊരു ഗ്രീൻ ടീ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് പോകാണ്. ശേഷം ആകാശ് പ്രീതിയുടെ അടുത്ത് പറയുന്നുണ്ട്, പ്രീതി അത് എനിക്ക് ബ്രോ പോയോ? പോയി ഗ്രീൻ ടീ എടുക്കാൻ വേണ്ടി പോയി. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ല എനിക്ക് ബ്രോ എന്താ അവിടെ വന്നത്? തന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നതാണ്? അതെ, ഇന്ന് ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ആണെന്ന് എനിക്ക് ബ്രോ പറയണത്. അതെ, അത് ശരിയാട്ടോ, എന്നോട് ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണെന്ന്. നമ്മൾ വാലന്റൈൻസ് ഡേ ഇന്ന് തന്നെയാണോ എന്നിങ്ങനെ പറയാണ്. വെഡ്ഡിങ് ഡേയും വാലന്റൈൻസ് ഡേ എല്ലാം ഒരുമിച്ചാണ് നമുക്ക് എന്ന് പറയാണ്. അല്ല എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ, അതോ എനിക്ക് ബ്രോ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഗിഫ്റ്റ്. കൊള്ളാലോ എന്ന് ആകാശ് പറയണം. എന്ന് വെച്ചാൽ ആകാശ് പറയണം, അതെ പ്രീതി, എനിക്ക് ഇവിടെ നിന്ന് ഓടിച്ചത് തന്നോടൊരു കാര്യം പറയാനാ. എന്താ? ആകാശിടം പറഞ്ഞു, അത് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. അത്ര ഇഷ്ടമാണോ എനിക്ക് തന്നെ എന്ന് പറയുമ്പോൾ പ്രീതി പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ ആകാശ് ചോദിക്കണോ, എനിക്കിപ്പോൾ വന്ന് കാണുമല്ലോ. ശരി ഫോൺ വെച്ചോ. അയ്യോ ഇല്ല, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ജീവനേക്കാളും അല്ല, ജീവനെ പോലെ എനിക്കിഷ്ടമാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും ആകാശിൻ്റെ മുഖം തെളിയാട്ടോ. എനിക്ക് ബ്രോ വന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പ്രീതി എനിക്ക് ഫോൺ കൊടുക്കണം. കൊച്ചു കള്ളി സംസാരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ എനിക്ക്. അതിനുശേഷം നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. എല്ലാം റെഡിയായോ മുത്തശ്ശി? എല്ലാം റെഡിയായി. നീ ഇങ്ങനെ ഓടി നടക്കാണ്ട് എവിടെയെങ്കിലും ഇരിക്കുക അഞ്ജലി എന്ന് പറഞ്ഞോണ്ടിരിക്കെ തന്നെ അഞ്ജലിയുടെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. ഹലോ, ഹോസ്പിറ്റലിൽ നിന്നോ? അതെയോ, ശരി വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആരാ മോളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതോ ഞാൻ എൻ്റെ ചെക്കപ്പ് എല്ലാ മാസം റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണതല്ലേ മുത്തശ്ശി, അതിൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്, റിസൾട്ട് ആയെന്ന് പറയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാ. നീ അപ്പോൾ ബ്ലഡ് കൊടുക്കാൻ പോയായിരുന്നു. എല്ലാ മാസവും കൊടുക്കണതല്ലേ? 2 ദിവസം മുമ്പേ കൊടുത്തായിരുന്നു, മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് അത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അതെയോ, അതാരെങ്കിലും കൊണ്ട് മേടിപ്പിക്കാൻ മോളെ എന്ന് പറയാട്ടോ. അഞ്ജലി ശരിയെന്ന് പറയുന്നുണ്ട്. അഞ്ജലി പ്രഗ്നൻറ്റും കൂടിയാണ് കേട്ടോ. അത് ആ റിസൾട്ടിലുണ്ടാവും, അത് നാളെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. ശേഷം ശ്രുതി അശ്വിനെ അന്വേഷിച്ച് അശ്വിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അശ്വിൻ പുറത്ത് നിൽക്കുമായിരിക്കും. ശ്രുതി അശ്വിനെ കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അശ്വിൻ മുഖം തിരിച്ച് കളയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.